നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ദേവന്മാരുടെയും മുനിമാരുടെയും വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നതിനാൽ നിഗൂഢമായ ഹിമാലയം എല്ലായ്പ്പോഴും വിശുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിമാലയം ശാന്തത, വിശുദ്ധി, ദൈവിക ഊർജം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നതാണ്. വിവിധ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നത് പോലെ വിവിധ ഋഷികളും ദേവന്മാരും ദേവതകളും രാക്ഷസന്മാരും ഹിമാലയത്തിൽ ഏതെങ്കിലും വിധത്തിൽ തങ്ങളുടെ അനുഗ്രഹം ലഭിക്കാൻ പരമശക്തികളെ പ്രീതിപ്പെടുത്തി. വേദങ്ങൾ, പുരാണങ്ങൾ, രാമായണം, മഹാഭാരതം തുടങ്ങിയ പുരാതന ഗ്രന്ഥങ്ങളിലെല്ലാം ഹിമാലയത്തിന്റെ മഹത്വവും അത്ഭുതവും ഒരേ സ്വരത്തിൽ ആലപിക്കുന്നു. മഞ്ഞ് മൂടിക്കിടക്കുന്ന എല്ലാ പർവ്വതങ്ങളിലും വെച്ച് കൈലാസപർവ്വതത്തെ എപ്പോഴും പ്രധാനമായി കണക്കാക്കുന്നു. കാരണം അവിടെയാണ് ശിവൻ ദേവി പാർവതിയോടും അവരുടെ 2 മക്കളായ ഗണേശനും കാർത്തികേയനുമൊപ്പം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട നന്ദി താമസിക്കുന്നത്. ശിവന്റെ വാസസ്ഥലമായ വിശുദ്ധ കൊടുമുടി 6638 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും ഉയരമുള്ള കൈലാസപർവ്വതം പടിഞ്ഞാറൻ ടിബറ്റിലെ ഹിമാലയൻ വേലിക്കെട്ടുകൾക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്നു. പ്രാചീന ഗ്രന്ഥങ്ങൾ കോസ്മിക് അച്ചുതണ്ടിൽ പരാമർശിക്കുന്ന കൈലാസപർവ്വതം ശിവന്റെ വാസസ്ഥലമാണെന്ന് വിശ്വസിക്കുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല. ലോകത്തിന്റെ കേന്ദ്ര കൊടുമുടിയായ സുമേരു പർവ്വതത്തെ പ്രതിനിധീകരിക്കുന്ന ബുദ്ധമതക്കാരുടെയും പുണ്യസ്ഥലമാണ്. ജൈനരുടെ ആദ്യത്തെ പ്രവാചകനായ ഋഷഭ്ദേവ് ജ്ഞാനോദയം നേടിയ പിതൃപർവ്വതവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൈലാസം വെറുമൊരു പർവ്വതമല്ല, മറിച്ച് വിവേകത്തോടും ആത്മീയതയോടുമുള്ള ഒരു വികാരമാണ്. ഹിമാലയവുമായി ബന്ധപ്പെട്ട ഇതിഹാസപരമായ വസ്തുതകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം എന്നീ മതങ്ങളുടെ വിശ്വാസത്തിന്റെ കേന്ദ്ര പ്രദേശമാണ് കൈലാസപർവ്വതം. പർവ്വതത്തിന്റെ പവിത്രതയും കൊടുമുടിയിൽ വസിക്കുന്ന ദിവ്യശക്തിയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പർവ്വതത്തിൽ കയറാൻ കഴിയില്ല. മിലരേബ എന്ന ടിബറ്റൻ സന്യാസി കൈലാസപർവ്വതത്തിന്റെ കൊടുമുടിയിൽ എത്തിയതായി കരുതപ്പെടുന്നു. തിരികെ ഇറങ്ങുമ്പോൾ അവിടെ വസിക്കുന്ന ദൈവത്തെ ആരും ശല്യപ്പെടുത്തരുതെന്ന് അദ്ദേഹം എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി. മേരുപർവ്വതം, അതായത് സുമേരു പർവ്വതം എന്നും കൈലാസത്തെ വിളിക്കുന്നു. കൈലാസപർവ്വതം ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള മേരു പർവ്വതമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഇത് മനുഷ്യനിർമ്മിത പിരമിഡാണെന്നും പുരാതന കാലത്ത് ചില അമാനുഷരാൽ നിർമ്മിതമായ മറ്റു ചെറിയ ചെറിയ പിരമിഡുകളാൽ ചുറ്റപ്പെട്ടതാണെന്നും പലരും വിശ്വസിക്കുന്നു. കൈലാസപർവ്വതത്തിന്റെ ഉൾഭാഗം പൊള്ളയാണെന്ന് പറയപ്പെടുന്നു. കൂടാതെ പർവ്വതത്തിനുള്ളിൽ നിന്ന് അമാനുഷിക സംഭവങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. കൈലാസത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ശമ്പല എന്ന ആത്മീയ രാജ്യം സ്ഥിതി ചെയ്യുന്നു. കൈലാഷ് കോറ, കൈലാസ പർവ്വതത്തിന്റെ പ്രദക്ഷിണത്തെ വിജയത്തിന്റെ കോറ എന്നും വിളിക്കുന്നു. ഘടികാരദിശയിൽ കൈലാസ പർവ്വതത്തിന്റെ ചുറ്റും നടന്നാൽ 52 കിലോമീറ്റർ പൂർത്തിയാക്കാൻ 3 ദിവസമെടുക്കും. ഇങ്ങനെ വരുന്ന ഒരു പ്രദക്ഷിണം ജീവിതകാലത്ത് ചെയ്ത എല്ലാ പാപങ്ങളും മായ്ക്കുമെന്ന് കരുതപ്പെടുന്നു. അതേസമയം 108 പ്രദക്ഷിണം നിർവ്വാണമോ മോക്ഷമോ നേടാനുള്ള ഒരു മാർഗമായി കണക്കാക്കുന്നു. പലരും കൈലാസ പർവ്വതത്തെ ശിവന്റെ ഭവനമായി കണക്കാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശിവൻ തന്റെ എല്ലാ അറിവുകളും നിക്ഷേപിച്ചിരിക്കുന്നത് ഇവിടെയാണ്. കൂടാതെ ജൈനമതത്തിലെ ആദ്യ പ്രവാചകനായ ഋഷഭ്ദേവിന്റെ എല്ലാ അറിവുകളും ഉൾക്കാഴ്ചകളും കൈലാസത്തിൽ വിശ്രമിക്കുന്നതായി പറയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ബുദ്ധമതക്കാരുടെ വിശ്വാസവും. അതുകൊണ്ട് തന്നെയാണ് കൈലാസം അറിവിന്റെ ഉറവിടമായി അറിയപ്പെടുന്നതും. ആക്സിസ് മുണ്ടി, അതായത് അച്ചുതണ്ട് മുണ്ടി. കൈലാസം അച്ചുതണ്ട് മുണ്ടി, കോസ്മിക് അക്ഷം, ഭൂമിയുടെ കേന്ദ്രം, ഭൂമിയുടെ സ്തംഭം അല്ലെങ്കിൽ ലോകത്തിന്റെ അച്ചുതണ്ട് എന്നും വിശ്വസിക്കപ്പെടുന്നു. സ്വർഗം ഭൂമിയുമായി സന്ധിക്കുന്ന സ്ഥലമാണ് ദിവ്യ പർവ്വതമെന്ന് പറയപ്പെടുന്നു. കൈലാസം ഭൂമിയുടെ കേന്ദ്രമാണെന്ന കാര്യം ഗണിതശാസ്ത്രപരമായി തെളിയിക്കാനാകും. ഉത്തര ധ്രുവവും കൈലാസ പർവ്വതവും തമ്മിലുള്ള ദൂരം കൈലാസവും സ്റ്റോൺഹെഞ്ചും തമ്മിലുള്ള അത്ര തന്നെയാണ്. ദക്ഷിണ ധ്രുവവും കൈലാസ പർവ്വതവും തമ്മിലുള്ള ദൂരം മുൻപറഞ്ഞ ദൂരത്തിന്റെ ഇരട്ടിയാണ്. ഇത് കൈലാസം കോസ്മിക് അച്ചുതണ്ടാണെന്ന അവകാശവാദം ശരിവയ്ക്കുന്നു. നല്ലതും ചീത്തയുമായ തടാകങ്ങൾ. കൈലാസത്തിന്റെ ചുറ്റളവിൽ 2 തടാകങ്ങളുണ്ട്. ഒന്ന് മാനസരോവർ തടാകം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സാണ് മാനസരോവർ തടാകം. അത് ദൈവികതയെയും വിശുദ്ധിയെയും സൂചിപ്പിക്കുന്നു. മാനസരോവറിൽ മുങ്ങിയാൽ പാപങ്ങൾ നീങ്ങിപ്പോകുമെന്നാണ് വിശ്വാസം. രണ്ടാമതായി മറുവശത്ത് രാക്ഷസ്ഥാൽ, ജലജീവികളില്ലാത്ത ഉപ്പുവെള്ളം ഉൾക്കൊള്ളുന്ന തടാകമാണ്. രസകരമെന്ന് പറയട്ടെ, മനോഹരമായ നീലയും ശാന്തമായ വെള്ളയുമുള്ള നല്ല ഊർജമുള്ള തടാകമാണ് മാനസരോവർ. ശിവനെ പ്രീതിപ്പെടുത്താൻ രാവണൻ രൂപീകരിച്ച രാക്ഷസ്ഥാൽ ദുഷ്ടത നിറഞ്ഞതായി കണക്കാക്കപ്പെടുന്നു. കാറ്റില്ലെങ്കിലും രാക്ഷസ്ഥാൽ ഭൂരിഭാഗം സമയത്തും പ്രക്ഷുബ്ധമായിരിക്കും. ഈ 2 തടാകങ്ങൾക്കിടയിൽ നിൽക്കുന്ന കൈലാസപർവ്വതം ആളുകളുടെ ജീവിതത്തിൽ നന്മയുടെയും തിന്മയുടെയും സാന്നിധ്യത്തെ പ്രതീകപ്പെടുത്തുന്നുവെന്ന് പറയപ്പെടുന്നു. തടാകങ്ങളെ യിൻ യാങ് എന്നിവയുമായി താരതമ്യപ്പെടുത്തുന്നു.
സിന്ധു, സത്ലജ്, ബ്രഹ്മപുത്ര, കർണാലി എന്നിവ കൈലാസ പർവ്വതത്തിന്റെ 4 വശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന 4 പുണ്യ നദികളാണ്. ഈ 4 പ്രധാന നദികൾ ഏഷ്യയിലുടനീളം ഒഴുകുന്നു. ടിബറ്റിലെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിലെയും വലിയ ജനസംഖ്യ ഈ നദികളിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കൈലാസത്തിന്റെ 4 മുഖങ്ങളും മറ്റു പർവ്വതങ്ങളുടേതിന് സമാനമായ ആകൃതിയിലല്ല. ഇതിന് 4 വ്യത്യസ്ത ദിശകളോട് ചേർന്ന് വ്യത്യസ്തമായ 4 മുഖങ്ങളുണ്ട്. ഓരോ മുഖത്തിന്റെയും എല്ലാ അറ്റങ്ങളും കൃത്യമായ കാർഡിനൽ പോയിന്റുകളിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നു. വിഷ്ണു പുരാണമനുസരിച്ച് കൈലാസ പർവ്വതത്തിന്റെ 4 മുഖങ്ങളും വ്യത്യസ്ത ആഭരണങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. വടക്ക് ഭാഗം സ്വർണമാണ്, തെക്ക് ഭാഗം ഇന്ദ്രനീലമാണ്, കിഴക്ക് ഭാഗം സ്ഫടികമാണ്, പടിഞ്ഞാറ് മാണിക്യവുമാണ്. കൈലാസം വെറുമൊരു പർവ്വതമല്ല, മറിച്ച് മനുഷ്യരാശിയെ നയിക്കാൻ അവരെ വിട്ടുപോയ നിരവധി സന്യാസിമാരുടെയും പ്രധാനമായും ശിവന്റെയും അറിവിന്റെയും പഠനങ്ങളുടെയും നിക്ഷേപമാണ്. കൈലാസത്തിന്റെ നിഗൂഢതകൾ ഇനിയും വെളിവായിട്ടില്ല. എന്നാൽ അതിന്റെ ആത്മീയ പ്രാധാന്യം നിയന്ത്രണങ്ങളെക്കാളും നിഗൂഢതകളെക്കാളും വലുതാണ്. നേപ്പാളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കൈലാസ പർവ്വതത്തിലെത്താൻ വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. ആത്മീയ പ്രവർത്തനവും സ്വാഭാവിക ശാന്തതയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൈലാസപർവ്വതം തീർച്ചയായും പോകേണ്ട സ്ഥലമാണ്. കൈലാസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അറിവുകളും ഞാനിവിടെ വിവരിച്ചതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അവയും പ്രതിപാദിക്കുമെന്ന വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.